ഹായ് നമസ്കാരം. നമ്മളെല്ലാവരും ദിവസവും CCTV ക്യാമറകൾ കാണാറുണ്ടല്ലേ? പക്ഷേ അതിന്റെ പിന്നിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ആ ടെക്നോളജിയുടെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അതെ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും, സിറ്റികളിലെ തെരുവുകളിലായാലും എയർപോർട്ടുകളിലായാലും ഈ നിരീക്ഷണ ക്യാമറകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. നമ്മൾ പോകുന്നിടത്തെല്ലാം അവ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ കാണുന്ന ആ ക്യാമറയുണ്ടല്ലോ, അതൊരു വലിയ സിസ്റ്റത്തിന്റെ തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ദൃശ്യം ആ തെരുവിൽ നിന്ന് ഒരു സെക്യൂരിറ്റി റൂമിലെ സ്ക്രീനിലേക്ക് എത്തുന്നത്? ആ ഒരു യാത്രയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരി, ആദ്യം തന്നെ നമുക്ക് ബേസിക്സ് നോക്കാം. എന്താണ് CCTV? ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. നമ്മുടെ വീട്ടിലെ TV പോലെ എല്ലാവർക്കുമായി സിഗ്നൽ അയക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അതായത് ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒരു പ്രത്യേക മോണിറ്ററിലേക്ക് മാത്രമേ പോകൂ. അതുകൊണ്ടാണിതിനെ ക്ലോസ്ഡ് അല്ലെങ്കിൽ അടഞ്ഞ ഒരു സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു CCTV സിസ്റ്റത്തിന്റെ യഥാർത്ഥ പവർ എന്താണെന്നറിയാമോ? ഇതിനെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് മൾട്ടിപ്ലയർ എന്നാണ് പറയാറ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഒരേ സമയം ഒരിടത്ത് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ, അല്ലേ? പക്ഷേ നൂറുകണക്കിന് ക്യാമറകളുണ്ടെങ്കിലോ? ഒരേ സമയം 100 സ്ഥലങ്ങളിൽ കണ്ണുകൾ വെച്ചതുപോലെയാണ്. ഇത് ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ കഴിവിനെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ദൃശ്യം പകർത്തുന്നത്. ഈ സിസ്റ്റത്തിന്റെ കണ്ണ് എന്ന് പറയുന്ന ക്യാമറയാണല്ലോ, അത് എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നതെന്ന് നോക്കാം. ക്യാമറകൾ തന്നെ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന് ഫിക്സ്ഡ് ക്യാമറകൾ. അതിന്റെ പേര് പോലെ തന്നെ അത് ഒരേ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, ഒരു വാതിലിന്റെ അടുത്തോ മറ്റോ. എന്നാൽ രണ്ടാമത്തേത് കുറച്ചുകൂടി സ്മാർട്ടാണ്, PTZ ക്യാമറകൾ. അതായത് പാൻ ടിൽറ്റ് സൂം. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും മുകളിലേക്കും താഴേക്കും നോക്കാനും സൂം ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന്, ഒരു പാർക്കിംഗ് ലോട്ടിൽ സംശയകരമായ ഒരു വണ്ടി കറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാനും സൂം ചെയ്ത് നോക്കാനുമൊക്കെ ഈ PTZ ക്യാമറകൾക്ക് കഴിയും. പിന്നെ എല്ലാ ക്യാമറകളും ഒരേപോലെയല്ല കാണുന്നത് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാധാരണ കളർ ക്യാമറകളുണ്ട്. പക്ഷേ അതിലും അപ്പുറം കഴിവുകളുള്ള ക്യാമറകളുണ്ട്. ഉദാഹരണത്തിന് തെർമൽ ക്യാമറകൾ. അവ കാണുന്നത് വെളിച്ചത്തെയല്ല, മറിച്ച് ചൂടിനെയാണ്. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, കട്ട മൂടൽമഞ്ഞാണെങ്കിലും പുകയാണെങ്കിലും എന്തിന് കൂരിരുട്ടാണെങ്കിൽ പോലും മനുഷ്യരുടെയോ വാഹനങ്ങളുടെയോ ശരീരത്തിലെ ചൂട് വെച്ച് അവയെ വ്യക്തമായി തിരിച്ചറിയാൻ ഈ ക്യാമറകൾക്ക് പറ്റും. ഒരു ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അതതിന്റെ ലെൻസായിരിക്കും. കാരണം ഒരു മോശം ലെൻസ് എടുക്കുന്ന ചിത്രം ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറയ്ക്ക് പോലും നന്നാക്കിയെടുക്കാൻ പറ്റില്ല. പ്രകാശത്തെ ഒരു തരി പോലും പിഴവില്ലാതെ ക്യാമറയുടെ സെൻസറിലേക്ക് എത്തിക്കുക, അതാണ് ലെൻസിന്റെ പ്രധാന ജോലി. അതായത് ക്വാളിറ്റി ഇല്ലാത്ത ലെൻസുകൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടാക്കും. അതായത് ചിത്രത്തിൽ ചില വളവുകളൊക്കെ വരും. ഇപ്പോൾ ബാരൽ ഡിസ്റ്റോർഷൻ എന്നൊരു സംഭവമുണ്ട്. അത് നേരെ ഇരിക്കുന്ന ഒരു വരയെ ഒരു വീപ്പയുടെ സൈഡ് പോലെ പുറത്തേക്ക് വളച്ചു കാണിക്കും. സെക്യൂരിറ്റി ഫുട്ടേജിൽ കൃത്യത എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലെൻസുകൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരു ക്ലിയർ ചിത്രത്തിന്റെ അടിത്തറ നല്ലൊരു ലെൻസാണ്. ഓക്കേ, അപ്പോൾ നമ്മൾ ചിത്രം പകർത്താൻ പഠിച്ചു. ഇനി അടുത്തത് ഈ ക്യാമറയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്യാമറകൾ എപ്പോഴും നല്ല ക്ലീനായ സ്ഥലത്തായിരിക്കില്ലല്ലോ വയ്ക്കുക. പൊടിയും മഴയും ചിലപ്പോൾ ഫാക്ടറികളിലെ രാസവസ്തുക്കളുമൊക്കെ ഏൽക്കേണ്ടി വരും. അങ്ങനെയുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ നിന്ന് ക്യാമറയെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ പ്രത്യേകം സീൽ ചെയ്ത കവചങ്ങൾ അല്ലെങ്കിൽ ഹൗസിങ്ങുകൾ ഉപയോഗിക്കും. ഇനി ചില സ്ഥലങ്ങളിൽ പ്രശ്നം പ്രകൃതിയല്ല, മനുഷ്യരാണ്. അതായത് ആളുകൾ മനഃപൂർവ്വം ക്യാമറ തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിച്ചേക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കട്ടിയുള്ള സ്റ്റീൽ കൊണ്ടുള്ള ഇമ്പാക്റ്റ് റെസിസ്റ്റന്റ് ഹൗസിങ്ങുകൾ ഉപയോഗിക്കും. അതായത് അടിയും ഇടിയുമൊക്കെ താങ്ങാൻ ശേഷിയുള്ള കവചങ്ങൾ. എന്നാൽ ചിലയിടങ്ങളിൽ ഏറ്റവും എക്സ്ട്രീം ലെവൽ പ്രൊട്ടക്ഷൻ വേണ്ടിവരും. സാധാരണ സംരക്ഷണമൊന്നും അവിടെ വില പോവില്ല. അവിടെയാണ് ബുള്ളറ്റ് റെസിസ്റ്റന്റ് ഹൗസിങ്ങുകൾ വരുന്നത്. പോളികാർബണേറ്റ് പോലെയുള്ള ഭയങ്കര ശക്തമായ മെറ്റീരിയലുകൾ കൊണ്ടുണ്ടാക്കിയവയ്ക്ക് വെടിയുണ്ടകളെ വരെ തടുക്കാൻ പറ്റും. ഓക്കേ, അപ്പോൾ നമ്മൾ ചിത്രം പകർത്തി ക്യാമറയെ സുരക്ഷിതമാക്കി. ഇനി അടുത്ത ഘട്ടം, ഈ വീഡിയോ ഡേറ്റ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നോക്കാം. അതെ, ചിത്രം പകർത്തി, ക്യാമറയെ സംരക്ഷിച്ചു. ഇനിയെന്ത്? ഈ ചോദ്യമാണ് നമ്മളെ ഡേറ്റ ട്രാൻസ്മിഷന്റെയും സ്റ്റോറേജിന്റെയും കുറച്ചുകൂടി സങ്കീർണമായൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് സിസ്റ്റത്തിന്റെ ഒരു ഹൃദയഭാഗമെന്ന് പറയാം. ക്യാമറയിൽ നിന്നുള്ള വീഡിയോ സിഗ്നൽ നേരെ പോകുന്നത് ഒരു DVRലേക്കാണ്. അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള ഒരു ഉപകരണമാണിത്. ഇവിടെ നിന്നാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന മോണിറ്ററിലേക്കും പോകുന്നത്. അപ്പോൾ ഈ ഡാറ്റ കൈമാറാൻ പല വഴികളുണ്ട്.
പണ്ടത്തെ അനലോഗ് സിസ്റ്റങ്ങളൊക്കെ കോയാക്സിയൽ കേബിളുകളാണ് ഉപയോഗിച്ചിരുന്നത്, നമ്മുടെ TV കേബിൾ പോലത്തെ. ഇനി കേബിൾ വലിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വയർലെസ് സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് ഇൻ്റർനെറ്റ് വഴിയുള്ള IP നെറ്റ്വർക്കുകളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലോകത്തെവിടെയിരുന്ന് നമുക്ക് ക്യാമറ ദൃശ്യങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതായത് ഈ ദൃശ്യങ്ങൾ അവസാനം എത്തുന്ന ആ സ്ക്രീനിലേക്ക്, ആ ഡിസ്പ്ലേയിലേക്ക്. ഈ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മോണിറ്റർ. പക്ഷേ ഇതൊരിക്കലും നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധാരണ TV പോലെയല്ല. ഒന്നാലോചിക്കണം, ഇത് 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഒരു നിർത്തില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇതിൻ്റെ റെസല്യൂഷൻ, അതായത് ചിത്രത്തിൻ്റെ ക്ലാരിറ്റി വളരെ പ്രധാനമാണ്. കാരണം ഒരു കുഞ്ഞു ഡീറ്റെയിൽ മതിയാവും ചിലപ്പോൾ ഒരു കേസ് തെളിയിക്കാൻ. ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും 2 തരം ഡിസ്പ്ലേ ടെക്നോളജികളാണുള്ളത്: LCDയും OLEDയും. LCD മോണിറ്ററുകൾക്ക് പൊതുവെ വില കുറവായിരിക്കും, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. അതേസമയം OLED മോണിറ്ററുകൾക്ക് നല്ല കിടിലൻ കോൺട്രാസ്റ്റ് കിട്ടും, അതായത് കറുപ്പ് നല്ല കറുപ്പായിട്ട് തന്നെ കാണാം. പിന്നെ വൈദ്യുതി ഉപയോഗവും കുറവാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ആവശ്യം എന്താണോ അതനുസരിച്ചാണ് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഈ സമ്പൂർണ്ണ ചിത്രം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. ആദ്യം ഒരു ക്യാമറയും ലെൻസും ചേർന്ന് ഒരു ദൃശ്യം പകർത്തുന്നു. രണ്ടാമതായി ആ ക്യാമറയെ ഒരു ഹൗസിംഗ് ഉപയോഗിച്ച് സംരക്ഷിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ വീഡിയോ ഒരു നെറ്റ്വർക്കിലൂടെ കൈമാറുന്നു. നാലാമത് ആ ഡേറ്റ ഒരു റെക്കോർഡറിലേക്ക് അയച്ച് സ്റ്റോർ ചെയ്യുന്നു. അവസാനം 5ാമത്തെ സ്റ്റെപ്പിൽ ആ ചിത്രം ഒരു മോണിറ്ററിൽ നമ്മൾ കാണുന്നു. ഇതാണ് ആ ദൃശ്യത്തിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള മുഴുവൻ യാത്ര. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: CCTV എന്ന് പറയുന്നത് വെറുമൊരു ക്യാമറയല്ല, അതൊരു സമ്പൂർണ്ണ സിസ്റ്റമാണ്, ഒരു ശൃംഖല പോലെ. അതിൻ്റെ ഓരോ ഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ലെൻസ്, ക്യാമറ, റെക്കോർഡർ, മോണിറ്റർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ചെറിയ പിഴവ് പറ്റിയാൽ പോലും ആ മൊത്തം സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റാം. അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങളൊരു CCTV ക്യാമറ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ വലിയൊരു യാത്രയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ കാണുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണവുമായി നമുക്ക് വീണ്ടും കാണാം.